തെന്മലയിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണെന്ന്. റൂമിലെ ഡോറ് തുറന്ന് കാണുന്ന കാഴ്ച ഇതാ. നല്ല അടിപൊളി വ്യൂ ആണ്. ദൂരെ മലകൾ കാണാം, ചുറ്റും മരങ്ങളും പക്ഷികളുടെ സൗണ്ടും മഞ്ഞും തണുപ്പും ചെറിയ ചാറ്റൽ മഴയും ഇതെല്ലാം കൊണ്ട് അടിപൊളി മോർണിംഗ് ആയിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ മയിലുകളുണ്ട്. ഉറക്കം എഴുന്നേൽക്കുന്ന തന്നെ മയിലുകളുടെ സൗണ്ട് കേട്ടിട്ടാണ്. അത്രമാത്രം മയിലുകളുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മയിലിനെ കാണാൻ പറ്റും. നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ടും കുറച്ച് മയിലുകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആൺമയിലും പെൺമയിലും ഉണ്ടായിരുന്നു. ഒരാൺമയിലും ഒരു 3-4 പെൺമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഗ്രൂപ്പായിട്ടാണ് വന്ന് നിൽക്കുന്നത്. നോക്കിയാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. കുറേ നേരത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടോ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനൊരു വ്യൂ കാണുമ്പോൾ തന്നെ മൈൻഡൊക്കെ ഫുള്ള് റിഫ്രഷ് ആവും. പിന്നെ ഈ കിളികളുടെ കരച്ചിലും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നേരെ റെഡിയായി ഒരു കോഫിയും കുടിച്ച് എല്ലാവരും സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോയത്. അവിടെ ഇറങ്ങാത്തതിന് കുഞ്ഞുങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഹാപ്പിയായി. അവരെയൊക്കെ വെള്ളത്തിൽ ഇറക്കി കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലേറ്റായിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ ഒരുപാട് ലേറ്റായി. പൂളിലെ വെള്ളം നല്ല തണുപ്പായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂളിൽ കളിക്കാനായിട്ട്. രണ്ടുപേരും കണക്കാം. അതുകൊണ്ട് ഇന്നലെ വെയിറ്റിംഗ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട്. ഇന്നലെ ക്ലീനിങ് ആയിരുന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവർ ക്ലോണൊക്കെ ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ കയറാൻ പറ്റി. സൂപ്പറായിട്ട് അവർ കുറേ നേരം നിന്ന് കളിച്ച്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുന്ന കാര്യം വലിയ പാടാണ് എല്ലാവർക്കും. നമുക്ക് ഫുഡ് 10 മണി വരെ അലൗഡഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് എല്ലാവരും മുന്നേക്ക് ഇറങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റോസ്മലയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. റോസ്മലയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് മല കയറാൻ കാര്യം വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ പ്ലാൻ മാറ്റി പിന്നെ കുറ്റാലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓൺ ദ വേ നമ്മളൊരു വ്യൂ പോയിൻ്റ് കണ്ടായിരുന്നു. അവിടെ ഇറങ്ങി അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നോക്കിക്കേ, അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ദൂരെയായിട്ട് മലകളും ഒക്കെ ആയിട്ടും താഴെ പാടവും കൃഷിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് തമിഴ്നാട്ടിലേക്കാണ്. തെങ്കാശി ചെങ്കോട്ടை റോഡിലോട്ടാണ് ഞങ്ങൾ പോയത്. കേരള തമിഴ്നാട് ബോർഡർ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയി കേട്ടോ. ഇവിടെ നല്ല മഴയും തണുപ്പും ആണെങ്കിൽ നേരെ തിരിച്ച് നല്ല ചൂടും വെയിലും ആയിരുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ. ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്നാൽ വെയിലും ചൂടും ഒക്കെ നമ്മൾ മറക്കും. പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിൻ്റെ കുറേ കൃഷിസ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാടങ്ങളും മാവിൻ തോപ്പുകളും അതൊക്കെ കണ്ട് നമ്മൾ കുറ്റാലത്തെത്തി കേട്ടോ. ഇതാണ് കുറ്റാലം വാട്ടർഫോൾസ് കാണാനുള്ള എൻട്രൻസ്. ഇതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വാട്ടർഫോൾ ഉള്ളത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. അടുത്തായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നോക്കി, ഇതാണ് വാട്ടർഫോൾ.
വാട്ടർഫാളിൻ്റെ താഴെയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ ബോയ്സും ഒരു സൈഡ് ഗേൾസും. വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വിശപ്പായി. ഇങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ചില്ലീസ് റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു പാടം കണ്ടു. പാടവും മലയും ഒക്കെ. അപ്പോൾ അവിടെ പിന്നെ നിർത്താതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കാറ് നിർത്തി അവിടെ കുറേ നേരം നിന്നു. ഭയങ്കര കാറ്റായിരുന്നു, നല്ല കാറ്റും അതേപോലെ തന്നെ നല്ല അന്തരീക്ഷമായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് കുളത്തൂപ്പുഴ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇറങ്ങി. ഇവിടെ നേർച്ചയായിട്ട് പുഴയിലെ മീനുകൾക്ക് കടലയും പൊരിയും ഒക്കെ എല്ലാവരും കൊന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും പൊരിയും കടലയൊക്കെ വാങ്ങി മീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ ചെന്ന സമയം പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ പുഴയിലും മണ്ണും ഒക്കെ ആയി മീനിന് അധികം അങ്ങനെ കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അധികം അടുത്തോട്ടൊന്നും മീൻ വന്നില്ല. പക്ഷെ ദൂരോട്ട് നമുക്ക് മീനിനെ നല്ല മീനിനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഈ ചെറിയ ട്രിപ്പ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.